ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം ഉയിർപ്പ് കാലത്തിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ പാത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, അവർ ജ്ഞാനസ്നാനം നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുക. ഈ സുവിശേഷവാദത്തിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ആഗ്രഹിക്കുകയാണ്. ആ ചിന്ത ഇപ്രകാരമാണ്: ദൈവവിളി സ്വീകരിച്ച വ്യക്തികൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വ്യക്തികളായി മാറും എന്നുള്ള ഒരു ചിന്തയാണ്. ഇന്നത്തെ സുവിശേഷം നമുക്കറിയാം, ഇന്ന് ലോക ദൈവവിളിക്കായിട്ട് പ്രാർത്ഥിക്കേണ്ട ദിവസത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. തിരുസഭ ഇന്ന് ലോക ദൈവവിളി പ്രാർത്ഥനാ ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. എന്താണ് ദൈവവിളി? ഒരാൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ വേലകൾക്കായി ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന ഒരു പേരാണ് ദൈവവിളി എന്ന്. ദൈവവിളി എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക? ഒരാളൊരു പുരോഹിതനാകുമ്പോഴും സന്യാസിയാകുമ്പോഴും അതുപോലെ തന്നെ മാമോദിസായിലൂടെയും എല്ലാം ഒരാൾ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ദൈവവിളിക്കായിട്ട് നിയോഗിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ ധാരണയുണ്ട്. അപ്പോൾ ഇതാണ് ദൈവവിളി. ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് ഒരുവൻ ഇറങ്ങിത്തിരിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ദൈവവിളി. ഇനി ഒരു സംഭവം പറയാം. സംഭവ പ്രകാരമാണ്: വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരു കുരങ്ങിനെ തൻ്റെ വീട്ടിൽ ഓമനിച്ച് വളർത്തിയിരുന്നു. ആ കുരങ്ങുമായിട്ട് വീട്ടിലുള്ള എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ ഈ അപ്പൻ, അതുപോലെ തന്നെ വൈഫിന് 2 മാതാപിതാക്കളുടെ 2 മക്കൾ, അതായിരുന്നു ആ ഫാമിലി. ആ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ടും ഈ കുരങ്ങിന് നല്ല സ്നേഹബന്ധമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു നിലവിളി ശബ്ദം കേട്ട്, അതായത് തൻ്റെ മകൻ്റെ കരച്ചിൽ കേട്ട് ഈ മനുഷ്യൻ വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അത്യുഗ്രമായ കരച്ചിലാണ്. ആ കരച്ചിൽ കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച, ഈ ഓമനിച്ച് വളർന്ന കുരങ്ങ് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കടിച്ച ഭാഗത്തെ ദശ മുഴുവൻ എടുത്ത് കടിച്ച് പറിച്ച് മാറ്റിയിരിക്കുകയാണ്. അതുപോലത്തെ ഒരു കാഴ്ച കണ്ടാണ് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ കയ്യിൽ ഈ ദശ കടിച്ച് പറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെളുത്ത നെയ്യുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ ചോര ചീറ്റുകയാണ്. വളരെ ഒരു ഭയാനകമായൊരു സാഹചര്യം. കുട്ടി അലമുറയിട്ട് കരയുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം അന്നേരം തന്നെ കുട്ടീനെ എടുത്ത് ആശുപത്രിയിലേക്ക് പോയി. അങ്ങനെ ആശുപത്രിയിലേക്ക് ഈ പറഞ്ഞ ഈ കുട്ടിയുടെ സഹോദരനും അതുപോലെ തന്നെ അമ്മയും എല്ലാം പിന്നീട് വന്നു. അങ്ങനെ ആഴ്ചകൾ ആശുപത്രി ഇങ്ങനെ കിടന്ന് ചികിത്സിച്ച് അങ്ങനെ ഒരു വിധത്തിൽ ഭേദപ്പെട്ട് ഈ ഒരു വല്ലായ്മ ഭേദപ്പെട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നപ്പോഴും ഈ കുരങ്ങ് കൂട്ടിലുണ്ട്. അദ്ദേഹം അത് ശ്രദ്ധിച്ചു. അതിനുശേഷം വീട്ടിലെത്തുമ്പോഴും എല്ലാവർക്കും ഒരു മനസ്സിലൊരു വിഷമമാണ്. കാരണം ഒരു നൊമ്പരത്തിലൂടെ കടന്നുപോയി. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ദേഹത്ത് വേദന, അതുപോലെ മനസ്സിൽ വേദന, അതുപോലെ ബാക്കി എല്ലാവർക്കും കുഞ്ഞിന് ഈ ദുരവസ്ഥയോർത്ത് ഒരു സങ്കടമുണ്ട്, മനസ്സിൽ വലിയ സങ്കടമുണ്ട്. അങ്ങനെ കുഞ്ഞിനെ പെരയ്ക്കുള്ളിൽ ആക്കി കിടത്തിയ ശേഷം ഈ മനുഷ്യൻ ആ കുരങ്ങിൻ്റെ കൂട്ടിലേക്ക് ചെന്ന് കുരങ്ങിൻ്റെ നേരെ ഒരു പഴം നീട്ടുകയാണ്. പഴം നീട്ടി കഴിഞ്ഞപ്പോൾ കുരങ്ങ് അത് വാങ്ങാനായിട്ട് കൈകൾ പുറത്തേക്ക് ഇട്ടു. ആ 2 കൈകളും അദ്ദേഹം കയ്യിൽ പിടിച്ച് അതിനെ ഓമനിക്കുന്ന രീതിയിൽ, അതിനെ മനസ്സിലാകാത്ത രീതിയിൽ അതിൻ്റെ കൈകൾ തന്ത്രപൂർവ്വം പുറത്തേക്ക് വലിച്ചെടുത്ത ശേഷം ആ 2 കൈകളും കൂടെ ചേർത്ത് ഒരു കൈക്കുള്ളിൽ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് അദ്ദേഹം തൻ്റെ പുറയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തി എടുത്തിട്ട് ആ കുരങ്ങിൻ്റെ 2 കൈപ്പാദങ്ങൾ ഇവിടെ വെച്ച് വെട്ടി മുറിച്ചു. അതിനുശേഷം കുരങ്ങത് കൈക്കുള്ളിലേക്ക് എടുത്ത് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കുരങ്ങിനെ 2 ചീത്ത കൂടെ വിളിച്ചു. നല്ല സൈസ് 2 തെറി കൂടെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ആശ്വാസമായി. അതിനുശേഷം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് വൈഫിനോട് പറഞ്ഞു, ഞാൻ ഇനി പറയാതെ കുരങ്ങിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോകരുത്. അദ്ദേഹത്തിൻ്റെ കലിപ്പങ്ങ് തീരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട്, അത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ താൻ സ്നേഹിക്കുന്ന കുരങ്ങിനെയും താൻ സ്നേഹിക്കുന്ന മകനെയും 2 തരത്തിൽ ട്രീറ്റ് ചെയ്തത്? ഒരു ദുരവസ്ഥ വന്നിപ്പോൾ തൻ്റെ മകനെ എടുത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാം കൊടുത്ത് ചികിത്സ നടത്തുന്നു. വളരെ സ്നേഹത്തോടുകൂടി മകനെ കൊണ്ട് വീട്ടിലാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ കുരങ്ങുമായി ബന്ധപ്പെട്ട് കുരങ്ങ് ചെയ്ത ഒരു പ്രവൃത്തിയിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം കലിപ്പ് കാണിച്ച കുരങ്ങിനെ ആക്രമിച്ച് കുരങ്ങിനോട് ക്രൂരത കാണിച്ചത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ: അത് സ്വന്തമായതുകൊണ്ട് കൂടുതൽ പ്രിവിലേജ് ആ മകന് കിട്ടി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവവിളി എന്ന് പറയുന്നത് തന്നെയാണ് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്ന പ്രക്രിയയാണ് ദൈവവിളി എന്ന് പറയുക. പൗരോഹിത്യവും സന്യാസവും അതുപോലെ മാമോദിസായിലുള്ള നമ്മുടെ പങ്കാളിത്തമൊക്കെ ഈ ഒരു ദൈവവിളിയിലുള്ള പങ്കുചേരലാണ്. ഇന്ന ദിവസം നമ്മൾ ധ്യാനിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തനിച്ചല്ല, മറിച്ച് ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ദൈവവിളി.
നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയാണ് ആ ഒരു ദൈവവിളി എന്ന് പറയുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും, നമുക്കതിനുള്ള പ്രിവിലേജ് അവൻ നൽകുമെന്നുള്ളതാണ്. നമ്മുടെ ഏതൊരു വിഷമഘട്ടത്തിലും നമ്മളെ സഹായിക്കുവാനായിട്ട് അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നതിന് തെളിവാണ് ഈ ഒരു ദൈവവിളി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ദൈവവിളിയിൽ നമ്മൾ വിശ്വസ്തരാണോ, ദൈവത്തോട് നമുക്കൊരു സ്നേഹമുണ്ടോ, പ്രാർത്ഥന കാര്യങ്ങൾ നമുക്ക് താല്പര്യമുണ്ടോ, പള്ളിയിൽ പോകുന്ന സ്വഭാവമുണ്ടോ, അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്ന സ്വഭാവമുണ്ടോ, വിശുദ്ധ ജപമാല ചൊല്ലുന്ന സ്വഭാവമുണ്ടോ, മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുന്ന സ്വഭാവമുണ്ടോ, അതുപോലെ തന്നെ തിരുക്കർമ്മങ്ങൾ, മാമോദിസ പോലുള്ള തിരുക്കർമ്മങ്ങളും അതുമായി ബന്ധപ്പെട്ട ആദ്യ കുർബാന സ്വീകരണങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പള്ളിയിൽ വെച്ച് നടത്താനായിട്ട് നമുക്ക് താല്പര്യമുണ്ടോ? ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവവിളി സ്വീകരിച്ചവരാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്, നമ്മൾ ആ പ്രിവിലേജിൽ ജീവിക്കുന്നവരാണ്. അല്ലാതെ കൂട്ടിൽ വളർത്തിയ കുരങ്ങിനെ പോലെ അല്ല നമ്മൾ, മറിച്ച് അവൻ്റെ സ്വന്തമാണ്. അവൻ്റെ വീട്ടിലൂടെ നടക്കാനും അവൻ്റെ തോളിൽ തല ചായച്ചുറങ്ങാനും ഒക്കെ അവസരവും അനുവാദവും അനുഗ്രഹവും ഉള്ളവരാണ് നമ്മൾ എന്നുള്ള ചിന്തയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ധ്യാനിക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തനിച്ചല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ വിഷമഘട്ടത്തിൽ ഒരു കടൽ തീരത്തെ മണലിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം പിന്തിരിഞ്ഞ് നോക്കി 4 കാൽപ്പാടുകൾ എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കർത്താവിൻ്റെ കാൽപ്പാടുകളാണ്. കർത്താവിനോട് അവൻ പരാതി പറഞ്ഞു, കുറച്ച് നാളൊക്കെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ എൻ്റെ വിഷമഘട്ടത്തിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എടാ മോനെ, നിനക്ക് വിഷമം ഉണ്ടായിരുന്നപ്പോൾ നീ കാണുന്നത് 2 കാൽപ്പാടുകൾ എൻ്റെ കാൽപ്പാടുകളാണ്. അപ്പോൾ നിന്നെ ഞാൻ എൻ്റെ തോളിൽ വഹിച്ചിരിക്കുക, നീ നോക്കി, വലിയ കാൽപ്പാടുകളല്ലേ അത്. അപ്പോൾ അവൻ്റെ വിഷമം, അവൻ്റെ കാര്യം മനസ്സിലായി, അവൻ കർത്താവിനെ കെട്ടിപ്പിടിച്ചു എന്നൊരു കഥയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള, വലിയ ആനുകൂല്യങ്ങൾ അനുഭവിക്കാനുള്ള, വലിയ പ്രിവിലേജ് അനുഭവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അതാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നതും. അപ്പോൾ ഈ ഒരു ചിന്തകൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.